കുട്ടികൾ സ്വന്തമായി ചിന്തിക്കുന്നവരും അഭിപ്രായവും വീക്ഷണവും ഉള്ളവരുമായ വ്യക്തികളാണെന്ന് നമ്മൾ അംഗീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് തൃത്താല BRCയിൽ നടന്ന എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ രക്ഷാകർതൃ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അജണ്ടയിൽ ഒന്നാമത്തെ ഇനമായിട്ട് കണക്കാക്കിയിട്ടുള്ള വിദ്യാഭ്യാസമാണ്. നേരത്തെ MP ആയിരുന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ MLAയും സ്പീക്കറും മന്ത്രിയും ഒക്കെ ആയപ്പോൾ അതിൽ മാറ്റം വന്നിട്ടില്ല. ഒന്നാമത്തെ പരിഗണന വിദ്യാഭ്യാസത്തിനാണ്. അതിൽ തന്നെ സാധാരണ ചെയ്യുന്നത് മാത്രമല്ലാതെ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യാം, വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്നതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പൂർണ്ണമാവണമെന്നില്ല, ചിലപ്പോൾ പാളിച്ചയൊക്കെ പറ്റാം. പക്ഷെ ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ പുതിയ നവീനമായിട്ടുള്ള ആശയങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനകീയ സ്കോളർഷിപ്പ് മുതൽ നീന്തൽ പരിശീലനം വരെയുള്ള പ്രവർത്തനങ്ങളാണ് എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. അക്കാദമികേതര പ്രവൃത്തികൾ എൻലൈറ്റ് പദ്ധതിയുടെ ഭാഗമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ 2 വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിൽ 100 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി തൃത്താല BRC ഹാളിൽ രക്ഷാകർതൃ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളെ കൂടി ഇതിന്റെ ഭാഗമാക്കുകയും രക്ഷിതാക്കൾ കൂടി വിദ്യാഭ്യാസ പദ്ധതിയിൽ അവരുടെ റോൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് എന്നാണ് ഞങ്ങൾ കണ്ടത്. പരിശീലിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കുക എന്നതാണ്. ഇവിടെ ഈ വിഷയം തന്നെ വളരെ സ്വയം വിശദീകരിക്കുന്നതാണ്. കുട്ടിയുടെ മാറുന്ന ലോകവും രക്ഷിതാവിൻ്റെ മാറേണ്ട പ്രകൃതങ്ങളും എന്നാണ്. കുട്ടികളുടെ ചിന്തകൾക്കും വീക്ഷണങ്ങൾക്കും അനുസൃതമായ രക്ഷിതാക്കളെ സജ്ജമാക്കുകയാണ് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്ഷിതാക്കളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അടിച്ചേൽപ്പിക്കേണ്ടവരല്ല കുട്ടികൾ. വീട്ടിലെ അന്തരീക്ഷം ജനാധിപത്യപരമാകണമെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K രാമചന്ദ്രൻ അധ്യക്ഷനായി. DDE PV മനോജ് കുമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. CCN പട്ടാമ്പി.